യൂണിയന് വേണ്ടിയിട്ട് കൊണ്ടോട്ടി സുരേന്ദ്രൻ, ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ചപ്പാത്തി കൊണ്ട് കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് സുന്ദരൻ, ഹെഡ്ലോഡ് യൂണിറ്റ് കൂട്ടപ്പ കൺവീനർ സഖാവ് തസി, കുട്ടമല കൺവീനർ സഖാവ് ബിബിൻ, മലപ്പാലം യൂണിറ്റ് കൺവീനർ സഖാവ് റെനി തുടങ്ങി വന്നിട്ടുള്ള എല്ലാ സഖാക്കളും ഓരോന്ന് പേരെടുത്ത് വിളിക്കുന്നില്ല, സഖാക്കൾക്ക് സ്വീകരണം കൊടുക്കേണ്ടതാണ്. ആട്ടോ യൂണിയൻ ഈ ജാഥയ്ക്ക് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ ഞങ്ങളോട് സംസാരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഖാക്കൾ, CI to വെള്ളയുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച 12-ാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ ജാഥയിൽ എനിക്കൊപ്പം CI-യുടെ നേതാക്കളായ സഖാവ് അഡ്വക്കേറ്റ് റോജി, സഖാവ് AS ജീവൽകുമാർ, AITCയുടെ വെള്ളറട മണ്ഡലം പ്രസിഡന്റ് സഖാവ് വിഭുകുമാർ, AITCയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് അനീസ് ചൈതന്യ, കുന്നത്തുകാൽ സോമശേഖരൻ തുടങ്ങി ആ സഖാക്കൾ എന്നോടൊപ്പം ഈ ജാഥയിലുണ്ട്. ഈ ജാഥയ്ക്ക് ആസ്പദമായ കാര്യങ്ങൾ 2 സഖാക്കൾ ഇവിടെ കാര്യമായ വിശദീകരണ യോഗം നടത്തും. അതിൽ കൂടുതലൊരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പറയാനുള്ളത്, 12-ാം തീയതി രാവിലെ നമ്മുടെ പണിമുടക്കാണ്. കേരളത്തിൽ ഏതാണ്ട് 500 കേന്ദ്രങ്ങളിൽ നമ്മൾ പണിമുടക്കി ധർണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ വെള്ളറുടെ ഏരിയയിലെ പ്രതിഷേധ ജാഥയ്ക്ക് സൂചകമായി നടത്തുന്ന ധർണ വെള്ളറുടെ ജംഗ്ഷനിലാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഉച്ചവരെ ആ ധർണ ഉണ്ടാകും. ആ ധർണയിൽ നിങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളും മറ്റ് യാത്രക്കാരെല്ലാം യാത്ര ഒഴിവാക്കി മറ്റ് കടകമ്പോളങ്ങൾ അടച്ച് വാഹനങ്ങൾ ഒതുക്കിയിട്ട് മുഴുവൻ തൊഴിലാളികളും സഹകരിക്കണം. ആ ധർണ വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടുന്ന് തൊഴിലാളി സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ ജാഥയുടെ പേരിൽ എനിക്കിവിടെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിനും എൻ്റെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തും. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ ആട്ടോ യൂണിയൻ്റെ ജില്ലാ നേതാവ് സഖാവ് കൊണ്ടകെട്ട് സുരേന്ദ്രനെ ഞാൻ ആമുഖമായി ക്ഷണിച്ചു. സ്നേഹവും ബഹുമാനവുമുള്ള ഈ ജാഥയുടെ ക്യാപ്റ്റൻ സഖാവ് തൊടലി സദാശിവൻ, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സഖാവ് AITCയുടെ വിഭുകുമാർ, CPIയുടെ നേതാവ് അനീഷ്, പാർട്ടിയുടെയും NRG വർക്കേഴ്സ് യൂണിയൻ്റെയും CI-യുടെയും നേതാവായിട്ടുള്ള മുൻ ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് ജീവൽകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജാഥ അംഗങ്ങൾ, CITU അമ്പൂരി മേഖലാ സെക്രട്ടറി കുട്ടമല നിതിൻ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന CI-യുടെ കൺവീനർമാർ, CI-യുടെ പ്രവർത്തകർ, AITCയുടെ കൺവീനർ, അതിൻ്റെ പ്രവർത്തകർ, CPIയുടെ നേതാക്കൾ, ബാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂണിയൻ്റെ ഓട്ടോറിക്ഷ യൂണിയൻ അടക്കമുള്ള സഖാക്കളെ, പ്രവർത്തകരെ, ദേശസ്നേഹികളും നല്ലവരുമായിട്ടുള്ള നാട്ടുകാരെ, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന കിരാതമായിട്ടുള്ള കരിനിയമങ്ങൾ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള
ജനങ്ങളെ അറിയിക്കുന്ന, ബോധവൽക്കരിക്കുന്ന പരിപാടിയായിട്ടാണ് വരുന്ന 12-ാം തീയതി ഈ രാജ്യത്ത് ദേശീയ പൊതുപണിമുടക്ക് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ആ പണിമുടക്ക് വേണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്ക് മുന്നിലുള്ളത് ഈ രാജ്യത്തിൻ്റെ പൊതുമുതൽ വിൽക്കുവാനായിട്ട് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ പൊതുമുതലുകളെല്ലാം വാങ്ങാനായിട്ട് ഒരു അദാനിയും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇരട്ട എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വക്താക്കളായി മാറിയിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇന്ന് നമുക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ വരുന്ന ദേശീയ പണിമുടക്കിൽ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, 12-ാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളറ ജംഗ്ഷനിൽ രാവിലെ മുതൽ തന്നെ നമ്മുടെ ഒരു സത്യാഗ്രഹ പരിപാടി LDF എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വെള്ളറ ജംഗ്ഷനിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് എല്ലാ പേരും അവിടെ പങ്കെടുക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. വെള്ളറ ഏരിയ കമ്മിറ്റിയിൽ, ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ വെള്ളറ ജംഗ്ഷനിൽ മാത്രമാണ് ഒരു പരിപാടി നടക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം, ഇന്ന് അമ്പൂരി പഞ്ചായത്തിൽ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഒരു മഹാ ഉത്സവം, അതായത് മഹോത്സവം നടക്കുകയാണ്. നമ്മളുടെ എല്ലാം കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമ്മുടെ ആദിവാസി ഊരുകളിലെ 11 സെറ്റിൽമെന്റിലായി താമസിക്കുന്ന 1500ഓളം കുടുംബങ്ങളെ ഈ നാടുമായി യോജിപ്പിക്കുവാനായിട്ട്, നമ്മളെപ്പോലെ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട്, അവരെയും മനുഷ്യരെ പോലെ കണക്കാക്കുവാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള സഖാവ് CK ഇടപെട്ട് കുമ്പിച്ചൽ പാലം പണിത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ പാലം തുറന്നു കൊടുക്കുന്നത്, നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുന്നത് നാളെ 5 മണിക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഈ ജനങ്ങൾക്ക് അമ്പൂരിയെ അംഗീകരിക്കുവാനും അമ്പൂരിയെ പ്രകീർത്തിക്കുവാനും കാണാനുമൊക്കെ ആയിട്ട് വയനാട് ജില്ലയിൽ നിന്നുള്ള ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കുമ്പിച്ചൽ കടവിൽ പാലം 5:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് 3:30 മണി കഴിയുമ്പോൾ അമ്പൂരി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ, ഓഡിറ്റോറിയത്തിൽ 5000 പേർക്ക് ഇരിക്കുവാനുള്ള കസേരയും അതിനുള്ള സ്റ്റേജും ഒക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞു. നാളെ അവിടെ ഗാനമേള അടക്കം തിരുവനന്തപുരം ടീമിൻ്റെ ട്രിവാൻഡ്രം വോയിസ് എന്ന വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ അഭിപ്രായമുള്ള ഒരു ഗാനമേള നാളെ നടക്കുകയാണ്. അപ്പോൾ ആ ഗാനമേള ആസ്വദിക്കുവാനും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പാലത്തിൻ്റെ ഉദ്ഘാടനം ലൈവായിട്ട് നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വിപുലമായിട്ടുള്ള പരിപാടികൾ നടക്കുമ്പോൾ കേരള ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുവാനായിട്ട് പാവങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത്, ഗവൺമെന്റിന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പിന്തുണയുമായി കൂട്ടപ്പൂ നിവാസികളും അമ്പൂരി നിവാസികളും അതുപോലെ തന്നെ CIT ഓട്ടോ തുടങ്ങിയിട്ടുള്ള തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ അമ്പൂരി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്നാണ് പറയുവാനുള്ളത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സ്കൂളായിരുന്നാലും ശരി, റോഡായിരുന്നാലും ആശുപത്രി ആയിരുന്നാലും എല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് സ്കൂളുകളുടെ അവസ്ഥ, പാഠപുസ്തകങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ജൂൺ മാസം 2026 ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് കൊടുക്കുവാനുള്ള യൂണിഫോമും പാഠപുസ്തകങ്ങളും
ഇപ്പോഴേ റെഡിയായി എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നും. സഖാക്കളെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഈ പറയുന്ന പൊതുപണിമുടക്കിന്റെ സ്വീകരണ പരിപാടിയിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് അതിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഖാവ് തുടലി സദാശിവൻ അവർകളെ ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. മറ്റെല്ലാ ജാഥയുടെ സംഘ അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടെ CITUവിന്റെ മേഖലാ സെക്രട്ടറി, CITUവിന്റെ യൂണിറ്റ് കൺവീനർമാര്, സഹപ്രവർത്തകര്, ഓട്ടോ യൂണിയന്റെ ആൾക്കാര്, കൂട്ടപ്പോ നിവാസികള്, പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ നമ്മുടെ പാർട്ടി AITUC CITU സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ലാൽ സലാം. ഈ വാഹന ജാഥ